പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ആദർശിന്റെ കണ്ണുകളിൽ കത്തി ജ്വലിക്കുന്ന കോപമുണ്ടായിരുന്നു. അവനൊപ്പം അനന്തപുരിയിലെ വിശ്വസ്തരായ ആളുകളും ഉണ്ടായിരുന്നു. മാളവികയുടെ ദേഹത്ത് ഒരു പോറലേറ്റ നിങ്ങളാരും ഇനി ജീവനോടെ പുറത്തേക്ക് പോവില്ല. ആദർശിന്റെ ശബ്ദം ആ ഗോഡൌണിൽ മുഴങ്ങി. ഡേവിഡ് മുന്നോട്ട് കുതിക്കാൻ ശ്രമിച്ചതും ആദർശിന്റെ കനത്ത ഒരടി അവന്റെ മുഖത്തേക്കങ്ങ് വീണു. നിലത്തേക്ക് തെറിച്ചു വീണ ഡേവിഡിനെ നോക്കാൻ പോലും നിൽക്കാതെ ആദർശ് ഗുണ്ടകൾക്ക് നേരെങ്ങ് പാഞ്ഞെടുത്തു. അവരെ ഓരോരുത്തരായി അടിച്ചു വീഴ്ത്തുമ്പോൾ അവനിൽ അനന്തപുരിയുടെ യഥാർത്ഥ അവകാശിയുടെ രൗദ്രഭാവം പ്രകടമായിരുന്നു. ആദർശിന്റെ ആളുകളും അവനോടൊപ്പം ചേർന്ന് ഗോഡൌണിലേക്ക് ഒരു യുദ്ധക്കളമായി മാറ്റി. അത് കണ്ടുനിന്ന് നാഗേന്ദ്രന്റെ ഉള്ളിൽ ഭയം ഇരച്ചു കയറി. തന്റെ പദ്ധതികളൊക്കെയും തന്നെ പൊളിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അയാൾ പിന്നെ ചെറിയ വാതിലിലൂടെ നേരെ പുറത്തേക്കോടാൻ ശ്രമിച്ചു. എന്നാൽ നാഗേന്ദ്രന്റെ ഓരോ നീക്കവും ശ്രദ്ധിച്ചിരുന്ന ആദർശ് ഒരു പുലിയെ പോലെ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി അയാളുടെ കോളർ ഞങ്ങൾ കുത്തിനി പിടിച്ചു. എവിടേക്കാടാ നീ ഓടുന്നത്? ആദർശ് പല്ലിരമ്പി നാഗേന്ദ്രന്റെ മുഖത്ത് നോക്കിയിട്ട് അവൻ ആഞ്ഞടിച്ചു. ചോര തുപ്പിയ നാഗേന്ദ്രൻ കിതച്ചുകൊണ്ട് നിലത്തേക്ക് വീണു. ആദർശ്, നീ എന്നെ... നാഗേന്ദ്രൻ എന്തോ പറയാൻ ശ്രമിച്ചു. ആദർശ് അയാളുടെ കഴുത്തിനങ്ങ് കുത്തിനി പിടിച്ച് ഭിത്തിയോടങ്ങ് ചേർത്ത് നിർത്തി. എന്താണ് നാഗേന്ദ്രൻ നീ വിചാരിച്ചത്? ഇതൊന്നും ഞങ്ങൾ അറിയില്ല എന്നോ? നീ തന്നെയാണ് ഇതിന്റെ പിന്നിലെ എന്ന കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ തന്നെ അറിയാമായിരുന്നു. മൂർത്തി ജ്വല്ലറിയെയും അനന്തപുരിയെയും തകർത്ത് മുത്തശ്ശന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കാമെന്നാണോ നീ കരുതിയത്? ആദർശിന്റെ വാക്കുകളിൽ പരമമായ പുച്ഛം നിറഞ്ഞു നിന്നിരുന്നു. വർഷങ്ങളോളം എവിടേക്കോ ഒളിച്ചു നിന്ന് നടന്നിട്ട് ഇപ്പോൾ ഇവളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നീ നേരിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ? ശ്വാസം കിട്ടാതെ പിടിഞ്ഞ നാഗേന്ദ്രനെ ദയനീയമായി ആദർശ് ഒന്ന് നോക്കി. ആദർശ്, എന്നെ വിട്. നിന്നെ കൊല്ലാൻ എനിക്കൊരു നിമിഷം മതി. ആദർശ് അയാളെ താഴേക്കങ്ങ് തള്ളിയിട്ടു. അനന്തപുരിയിലെ ആ വലിയ മനുഷ്യൻ, ആ മുത്തശ്ശൻ നിന്റെ ഭാര്യയും മക്കളേക്ക് എങ്ങനെയാണ് നോക്കിയതെന്ന് നിനക്കറിയാമോ? അവരെ ഉപേക്ഷിച്ചു പോയി പല പല കൊള്ളരുതായ്മയിലൊക്കെ പണമുണ്ടാക്കി തിരിച്ചു വന്നിട്ട് നീ വലിയൊരു കോടീശ്വരനായി ചമയല്ലേ? നിന്റെ ആ മകൻ അഭി, അവനൊരു കൊടും ചതിയനാണ്. അവൻ നിന്റെ കൂടെ നിന്ന് അനന്തപുരിയിലുള്ളവരൊക്കെ ചതിക്കുമായിരുന്നു എന്ന കാര്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത് കേട്ടപ്പോൾ നാഗേന്ദ്രന്റെ മുഖത്ത് ഒരു വക്രമായ ചിരി മിന്നി മറിഞ്ഞു. നിനക്കെല്ലാം മനസ്സിലായല്ലേ ആദർശ്? പക്ഷേ ഈ മാളവിക ഞങ്ങളെ ചതിക്കുമായിരുന്നു. നിന്റെ ആളായി ഇവിടെ നിന്ന് ഞങ്ങളുടെ വിവരങ്ങളൊക്കെ ചോർത്തി തരികയായിരുന്നു. ഇവിടെ ഞാൻ വെറുതെ വിടില്ല. ഇത് കേട്ട ആദർശ് വീണ്ടും നാഗേന്ദ്രന്റെ മുഖത്തേക്കൊന്ന് ആഞ്ഞടിച്ചു. വായടക്കട അവിടെ. ഇനി ഇവളുടെ നേർക്ക് ഒരു വിരലെങ്കിലും നീ നീട്ടിയാൽ നിന്റെ കൈ ഞാനങ്ങ് വെട്ടിക്കളയും. നിന്നെ ഞാൻ ഇപ്പൊ കൊല്ലുന്നില്ല. കാരണം നിന്നെ പോലെ ഒരു ദുഷ്ടനെ കൊന്നു ഞാൻ എന്റെ കൈകൾ അഴുക്കാക്കുന്നില്ല. ജയിലിൽ പോവാനും എനിക്ക് ഉദ്ദേശമില്ല. നീ ഭൂമിക്കൊരു ഭാരമാണ്. നിനക്കിനി പോവാം. പക്ഷേ നിന്റെ ആ മകനില്ലേ, ആ ചതിയനബി, അവനെയും കൂട്ടിയിട്ട് നീ എങ്ങോട്ടേക്കിലും പോയിക്കൊള്ളണം. ഇനി ഒരിക്കലും എന്റെ കൺമുന്നിൽ വന്ന് പെടരുത്. മുത്തശ്ശന്റെയോ അനന്തപുരിയിലുള്ളവരുടെ ആരുടെയും നീ ഒരു പോറൽ പോലും ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നീ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ലടാ. പോവടാ. ആദർശ് അയാളെ ശക്തമായി അങ്ങ് തള്ളിവിട്ടു. ഭയന്നു വിറച്ച നാഗേന്ദ്രൻ വേഗത്തിൽ ഡേവിഡിനെയും കൂട്ടി വണ്ടിയിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഇതേ സമയം പോകുന്ന സമയത്തന്നെ കാറിന്റെ മുൻസീറ്റിൽ ആദർശിനോടൊപ്പം ഇരിക്കുന്ന മാളവികയുടെ ശരീരം ഇപ്പോഴും വിറക്കുന്നുണ്ടായിരുന്നു. മരണത്തിന്റെ വക്കിൽ നിന്നും തന്നെ രക്ഷിച്ച ആദർശിനോട് അവൾക്ക് എന്തെന്നില്ലാത്ത കടപ്പാട് തോന്നി. ആദർശ് സർ, അവൾ വിറയാർന്ന ശബ്ദത്തിൽ വിളിച്ചു. വണ്ടിയെടുക്കുന്നതിനിൽ ആദർശ് അവളെ നോക്കി. മാളവിക, നീ പേടിക്കണ്ട. ഇനി നിന്നെ ആരും ഉപദ്രവിക്കാൻ വരില്ല. സർ, ആ അഭി, അവൻ കൊടും ചതിയനാണ്. അവൻ എന്നെ കൂട്ടിക്കൊണ്ട് ഒരു ലോഡ്ജിലെ റൂമിലേക്ക് ചെന്ന് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അവിടെ നിന്ന് ജീവനും കൊണ്ടോടിയതാണ് ഞാൻ. അപ്പോഴാണ് ആ ഗുണ്ടകൾ എന്നെ പിടിച്ചോണ്ട് പോയത്. അവളുടെ വാക്കുകളിൽ ഭയവും സങ്കടവും നിറഞ്ഞു നിന്നു. ആദർശ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതല്ലേ മാളവിക, ആ അഭിയുടെ സ്വഭാവം ശരിയല്ല എന്ന്. നീ കുറച്ചുകൂടി സൂക്ഷിക്കണമായിരുന്നു. ഞാൻ സൂക്ഷിച്ചിരുന്നു സർ. പക്ഷേ ആ AM ജ്വല്ലറിയുടെ പിന്നിൽ ആരാണെന്നുള്ള സത്യം അവൻ അറിയാമായിരുന്നു. അവന്റെ അച്ഛനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അവൻ പറഞ്ഞിരുന്നു. ആ സത്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവന്റെ കൂടെ പോയത്. അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുമായിരുന്നു. അതിനിടയിലാണ് അവന്റെ തനി നിറം പുറത്തു വന്നത്. ഹാ, എനിക്കറിയാം മാളവിക, ആദർശ് ശാന്തമായി പറഞ്ഞു. നിന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചപ്പോൾ തന്നെ ഇതിലെ അപകടം എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. നിനക്ക് എന്തെങ്കിലും ആപത്ത് വന്നാ അറിയാൻ വേണ്ടി ഞാൻ ഒരാളെ നിന്റെ പുറകെ വിട്ടിരുന്നു. അയാളാണ് എനിക്ക് ഈ വിവരം അറിയിച്ചു തന്നത്. ഏതായാലും നമ്മുടെ ലക്ഷ്യം നടന്നു. അനന്തപുരി തകർക്കാൻ ശ്രമിക്കുന്നത് ആ നാഗേന്ദ്രൻ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പായി. മാളവിക സംശയത്തോടെ ചോദിച്ചു. അല്ല സർ, നാഗേന്ദ്രൻ അഭിയുടെ സ്വന്തം അച്ഛനല്ലേ? അയാൾക്ക് അനന്തപുരിയോട് ഇത്രമാത്രം ശത്രുത എന്തിനാണ്? ആദർശ് തന്റെ കുട്ടിക്കാലത്ത് ഓർമ്മകളിലേക്ക് പോയി. അതിനെക്കുറിച്ച് എനിക്ക് വലിയ വ്യക്തതയില്ല. വളരെ പണ്ട് ഞാൻ കുട്ടിയായിരിക്കുന്ന കാലത്ത് മുത്തശ്ശൻ അയാളെ അനന്തപുരിയിൽ നിന്നും പുറത്താക്കിയതാണ്. ജ്വല്ലറിയിൽ അയാൾ വലിയ ക്രമക്കേടുകളൊക്കെ നടത്തി പണം തട്ടിയെടുത്തു. എന്റെ അപ്പച്ചിയെ പോലെ തന്നെ ക്രൂരനും സ്വാർത്ഥനുമാണ് ആ നാഗേന്ദ്രൻ. അവന്റെ അതേ ദുർബുദ്ധി തന്നെയാണ് ഇപ്പോൾ അഭിക്കും കിട്ടിയിരിക്കുന്നത്. എന്നാൽ അവന്തിക മോൾ അങ്ങനെയല്ല. അവൾ നല്ലൊരു കുട്ടിയാണ്. അയർലാൻഡിലൊക്കെ പോയി പഠിച്ചു വന്നതിന് ശേഷം അവൾക്ക് നല്ല മാറ്റമുണ്ട്. ഈ അഭിയുടെ കാര്യം ഇനി മുത്തശ്ശൻ തീരുമാനിക്കും. ആദർശിന്റെ മുഖത്ത് പെട്ടെന്ന് തന്നെ ഒരു വിഷാദം പടർന്നു. അവൻ നവ്യയെക്കുറിച്ചാണ് ചിന്തിച്ചത്. മാളവിക, എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നുന്നത് നവ്യയെക്കുറിച്ച് ഓർത്തിട്ടാണ്. അവൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല.
നാഗേന്ദ്രനാണ് ഇതിനെല്ലാം പിന്നിലെന്നൊന്നും അവൾക്കറിയില്ലല്ലോ. മാളവിക തല കുലുക്കി. അതെ സർ, ആ അനഘയെ ചതിച്ചത് അഭി തന്നെയാണ്. അവളെയും കുഞ്ഞിനെയൊക്കെ ഒഴിവാക്കി എന്നെ വിവാഹം കഴിക്കണമെന്ന് അവൻ എന്നോടും പറഞ്ഞിരുന്നു. നവ്യ ഇതൊന്നും തന്നെ അറിയാതെ അവൻ്റെ ഒപ്പം നിൽക്കുകയാണ്. അവൻ അവളെയും ചതിക്കുകയാണ്. സത്യങ്ങളെല്ലാം ഞാൻ നവ്യയോട് പറയാൻ ശ്രമിച്ചതാ, പക്ഷേ അവളൊന്നും വിശ്വസിക്കുന്നില്ല. ആ അനഘയുടെ കാര്യം പറഞ്ഞപ്പോൾ പോലും അവൾ അവനെയാണ് വിശ്വസിച്ചത്. അഭിയാണ് നവ്യ വിശ്വസിച്ചത്. ഞാൻ എന്ത് പറഞ്ഞാലും അവൾക്ക് അത് നുണയാണെന്നേ തോന്നൂ. ആദർശ് നിസ്സഹായനായി പറഞ്ഞു. സാറ് വിഷമിക്കേണ്ട, ഈ സത്യങ്ങളെല്ലാം തന്നെ ഞാൻ തന്നെ നവ്യയെ അറിയിക്കാം. ഇനി ഒരിക്കലും അവന്റെ ചതിക്കുഴിയിൽ വീഴാൻ ഒരിക്കലും ഞാൻ അനുവദിക്കില്ല. മാളവികയുടെ സ്വരത്തിൽ ഉറപ്പുണ്ടായിരുന്നു. മാളവിക അവിടെ വീട്ടിൽ സുരക്ഷിതമായി ആക്കിയതിനു ശേഷം ആദർശ് നേരെ നയനയുടെ അടുത്തേക്ക് ചെന്നു. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ആദർശ് നയനയോട് വിശദീകരിച്ചു. മാളവികയെ തട്ടിക്കൊണ്ടുപോയതും നാഗേന്ദ്രനാണെന്നും ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നൊക്കെയുള്ള സത്യം കേട്ടപ്പോൾ നയന ഞെട്ടിപ്പോയി. രാത്രിയുടെ നിശബ്ദയിൽ നയന മുത്തശ്ശനെ ഫോൺ ചെയ്തു. അനന്തപുരിയുടെ നെടുന്തൂടായ ആ ഒരു വലിയ മനുഷ്യൻ ഫോൺ എടുത്തപ്പോൾ നയനയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. മുത്തശ്ശ, ഞാൻ എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുത്തശ്ശന്റെ ഗാംഭീര്യമുള്ള ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി. മുത്തശ്ശൻ ഇത്രയും നാളും കാത്തിരുന്ന ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയിരിക്കുകയാണ്. മുത്തശ്ശൻ മറുതലക്കൽ നിശബ്ദനായി. ആ നിശബ്ദതയിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു. നയന തുടർന്നു. AM ജ്വല്ലറിക്ക് പിന്നിലുള്ളത് നാഗേന്ദ്രനാണ് മുത്തശ്ശ. ആദർശേട്ടൻ എല്ലാം കണ്ടുപിടിച്ചു. അയാൾ മാളവികയെ കൊല്ലാൻ ശ്രമിച്ചു. ആദർശേട്ടനാണ് പോയിട്ട് അവളെ രക്ഷിച്ചത്. ആ നാഗേന്ദ്രനെ നേരിൽ കണ്ട് ആദർശേട്ടൻ താക്കീത് കൊടുത്തിട്ടുണ്ട്. ഒന്നും അറിയാത്ത പോലെ അത്ഭുതപ്പെടാനൊന്നും മുത്തശ്ശൻ നിന്നില്ല. ഒരു വലിയ നെടുവീർപ്പോട് അദ്ദേഹം പറഞ്ഞു. മോളെ, എനിക്കത് നേരത്തെ അറിയാമായിരുന്നു. അവനാർക്കും ഇതിന് പിന്നിലേ എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ അവനല്ലാതെ മറ്റാർക്കും കഴിയില്ല. പക്ഷേ ഞാൻ മിണ്ടാതിരുന്നത് ആദർശ് സ്വന്തമായി ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. നയന അത്ഭുതത്തോട് ചോദിച്ചു. എന്ത്, മുത്തശ്ശൻ ഇതെല്ലാം അറിയാമായിരുന്നോ? എന്നിട്ടും എന്ത് ഇതാരോടും പറയാതിരുന്നത്? മോളെ, അവനെ നിങ്ങൾക്കാർക്കും ശരിക്കറിയില്ല. ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ അവന് ഉടുക്കാൻ നല്ലൊരു തുണി പോലും ഇല്ലായിരുന്നു. അവൻ ഗൾഫിൽ പോയിട്ട് എവിടേക്കോ ചെറിയ ജോലിയിലൊക്കെ കയറി. അവിടെ വെച്ച് അവന്റെ മുതലാളിയെ കൊലപ്പെടുത്തിയിട്ടാണ് അവൻ ഈ സ്വത്തുക്കളെല്ലാം തന്നെ കൈക്കലാക്കിയത്. ആ നാഗേന്ദ്രൻ ഒരുപാട് പേരെയും അവൻ വഞ്ചിച്ചും കൊന്നുമൊക്കെയാണ് ഈ പണം മുഴുവൻ അവൻ സമ്പാദിച്ചിരിക്കുന്നത്. അന്നു മുതൽ ഈ അനന്തപുരിയെ തകർക്കണമെന്നുള്ള ആ ഒരു പകയുമായിട്ടാണ് അവൻ നടക്കുന്നത്. അതുകൊണ്ട് മോളും ആദർശും വളരെ സൂക്ഷിക്കണം. ആ നാഗേന്ദ്രനും അവന്റെ മകൻ അഭിയും വലിയ അപകടകാരികളാണ്. മുത്തശ്ശ, നയന വേദനയോടെ പറഞ്ഞു. ആ അഭിയും ഒരു കൊടും ചതിയനാണ്. ഇന്ന് അവൻ ആ മാളവികയുടെ ഒരു ലോഡ്ജിൽ കൊണ്ടുപോയിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അവൾ അവിടെ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. എന്നിട്ടാണ് അവളെ നാഗേന്ദ്രന്റെ ഗുണ്ടകൾ കൂട്ടിക്കൊണ്ടുപോയത്. അത് കേട്ടപ്പോൾ മുത്തശ്ശിന്റെ സ്വരം കടുത്തു. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ഈ വീട്ടിൽ നമ്മളെ ചതിച്ചതല്ലേ? അവന് നാഗേന്ദ്രനൊപ്പം പോയിക്കോട്ടെ. അനന്തപുരിയിൽ ഇനി അവന് സ്ഥാനമുണ്ടാവില്ല. ആ ജലജയും കൂട്ടി അവൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോട്ടെ. ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. നയനമോളെ, മുത്തശ്ശൻ ഫോൺ വെച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിലപ്പോൾ വലിയൊരു കൊടുങ്കാറ്റ് രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് അനന്തപുരിയെ വലിയ സ്വീകരണ മുറിയാണ് കാണിക്കുന്നത്. എപ്പോഴും കളിയും ചിരിഞ്ഞ് നിറഞ്ഞു നിൽക്കാറുള്ള ആ ഒരു മുറിയിൽ ഇന്ന് ഒരു ശ്മശാന മൂകതയായിരുന്നു. ഒന്നും അറിയാത്തതുപോലെ തന്റെ സ്ഥിരം ഭാവത്തിൽ അഭി അങ്ങോട്ടേക്ക് കടന്നു വന്നു. നാഗേന്ദ്രനെ ആദർശം മർദ്ദിച്ച കാര്യവും മറ്റും അപ്പോഴും അവന് രഹസ്യമായി ഫോണിലൂടെ ലഭിച്ചിരുന്നു. എങ്കിലും എല്ലാം മറച്ചുവെച്ച് അവൻ ഒരു സോഫയിൽ വന്നിരുന്നു. പക്ഷേ ആ ഫോൺ സംഭാഷണത്തിന്റെ ഒരു ഭാഗം നവ്യയും കേട്ടിരുന്നു. അവൾക്കിപ്പോൾ എല്ലാം വ്യക്തമായി. താൻ ഇത്രയും നാൾ അന്വേഷിച്ചിരുന്ന ഉത്തരം. അഭിയുടെ അച്ഛൻ തന്നെയാണ് ആ നാഗേന്ദ്രൻ. പെട്ടെന്ന് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു. അദ്ദേഹത്തിന്റെ മുഖം കോപം കൊണ്ട് ജ്വലിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശന്റെ പിന്നാലെ ജലജയും നവ്യയും അവന്തികയും അങ്ങോട്ടേക്ക് വന്നു. അവന്തികയും ഇതിനോടകം തന്നെ സത്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. സ്വന്തം അച്ഛനെ ആദർശ് ഉപദ്രവിച്ചതിൽ അവൾക്ക് കടുത്ത ദേഷ്യമുണ്ടായിരുന്നുവെങ്കിലും അവൾ അത് പുറത്തു കാണിക്കാതെ പാവത്തെ പോലെ തന്നെ നിന്നു. അഭി, ഇങ്ങോട്ടേക്ക് വാടാ. മുത്തശ്ശൻ ഗാംഭീര്യമുള്ള ആ ഒരു ശബ്ദം ഹാളിലങ്ങ് അലയടിച്ചു. അഭി പതുക്കെ എഴുന്നേറ്റ് നിന്നു. ഉള്ളിലെ ഭയം മറച്ചു വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു. എന്താ മുത്തശ്ശ? മുത്തശ്ശൻ അവന്റെ അടുത്തേക്ക് നടന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഒരു വേട്ടമൃഗത്തിൻ്റെതുപോലെ കൂർത്തതായിരുന്നു. നീ ഇവിടെ നടന്ന കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ? എന്ത് കാര്യം മുത്തശ്ശ? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. അഭിനയം മുട്ടും ചോരാതെ തന്നെ അവൻ പറഞ്ഞു. എടാ, നീ ആ AM ജ്വല്ലറിയിൽ മാനേജറായിട്ട് പോയില്ലേ? അവിടെ ആ ജ്വല്ലറിയുടെ MD ആരായിരുന്നു നിനക്കറിയോ? മുത്തശ്ശൻ ചോദിച്ചു. അതാ ഡേവിഡ് അല്ലേ? ഡേവിഡ് സാറല്ലേ? അവൻ വിക്കിക്കൊണ്ട് പറഞ്ഞു. ഉടനെ മുത്തശ്ശന്റെ കയ്യിൽ നിന്നും ഒരു പഴുത്ത ഇരുമ്പ് പോലെയുള്ള ആ ഒരു വലിയ അടി അബിയുടെ കവിളിലേക്ക് അങ്ങ് വീണു. അടി കൊണ്ട് അവൻ പെട്ടെന്നങ്ങ് പിന്നിലേക്ക് വേച്ചുപോയി. ഡേവിഡ് ആണോടാ? അത് നിന്റെ അച്ഛൻ നാഗേന്ദ്രനാണോടാ? പണ്ട് നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് നാടുവിട്ട ആ ഒരു കൊടും ദുഷ്ടനാണോടാ അതിൻ്റെയൊക്കെ MD? ആ AM ജ്വല്ലറിയുടെ MD? ഇത് കേട്ട് ജലജ ആകെ ഞെട്ടിത്തെറിച്ചു പോയി. അവൾക്ക് തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നാഗേന്ദ്രനോ? അയാൾ തിരിച്ചു വന്നോ? മുത്തശ്ശൻ ജലജയ്ക്ക് നേരെ തിരിഞ്ഞു. അതേടി ജലജെ, നിന്റെ ഭർത്താവ് നാഗേന്ദ്രൻ. അവനാണ് ഈ അനന്തപുരിയെ നേരെ കളിച്ചോണ്ടിരുന്നത്.
ഈ കുടുംബത്തെയും നമ്മുടെ ജ്വല്ലറിയൊക്കെ തകർക്കാൻ കച്ച കെട്ടിയിരിക്കുന്നത് അവനാണ്. ആദർശ് അവനെ ഇന്ന് കയ്യോടെ പിടികൂടി വേണ്ടത് കൊടുത്തിട്ടുണ്ട്. ജലജ തലയിലങ്ങ് കൈ വെച്ചുപോയി. അച്ഛാ, അയാൾക്കൊരു ജ്വല്ലറി തുടങ്ങാനുള്ള പണമൊക്കെ എവിടെ നിന്നാ കിട്ടിയത്? അത് നിനക്കറിയില്ലെങ്കിലും നിന്റെ പൊന്നോമന പുത്രന് നന്നായിട്ടറിയാം. മുത്തശ്ശൻ അബിയെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഇവൻ വെറുതെയല്ല അവിടെ മാനേജറായി പോയത്. സ്വന്തം അച്ഛനോടൊപ്പം ചേർന്ന് അവൻ ഈ കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയായിരുന്നു. സ്വന്തം അമ്മയായ നിന്നെ പോലും അവൻ അറിയിച്ചില്ലല്ലോ ഇതൊന്നും. ജലജ കണ്ണീരോടെ അബിയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ ഹൃദയം തകർന്നിരുന്നു. എടാ, നീ എന്നോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോടാ. അബി ദേഷ്യത്തോടെ അവളെ നോക്കി. ഇത്രയും നാൾ അത് അമ്മയോട് പറയേണ്ടെന്ന് അച്ഛനാണ് എന്നോട് പറഞ്ഞത്. അച്ഛനമ്മയോട് ഇപ്പോൾ യാതൊരുവിധ താല്പര്യവുമില്ല. അമ്മയെ ഒഴിവാക്കാനാണ് അച്ഛന്റെ തീരുമാനം. ജലജയ്ക്ക് തന്റെ കാതുകളെയൊന്നും വിശ്വസിക്കാനായില്ല. സ്വന്തം മകൻ തന്നെ നോക്കി ഇത്രയും വലിയൊരു ക്രൂരത പറയുമ്പോൾ അവളുടെ നെഞ്ചകം പൊട്ടിപ്പോയി. എടാ ദുഷ്ട, പണവും കാശുമുള്ള നിന്റെ തന്തയെ കണ്ടപ്പോൾ നിനക്ക് എന്നെ വേണ്ടതായല്ലേ? ഇത്രയും നാൾ നിന്റെ എല്ലാ തെറ്റുകൾക്കും കൂട്ടുനിന്നത് ഞാൻ മാത്രമായിരുന്നില്ലേടാ? അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു. നിർത്തടി, മുത്തശ്ശൻ ഗർജിച്ചു. നാണം കെട്ടവളെ, നിനക്കെന്താ ആ നാഗേന്ദ്രന്റെ കൂടെ പോവണോ? എങ്കിൽ പോയിക്കോ. എന്നിട്ട് അദ്ദേഹം വീണ്ടും അബിയുടെ നേരെ തിരിഞ്ഞു. ഇവൻ ഈ നിമിഷം ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയേക്കണം. ഇവൻ എന്തൊക്കെ തോന്നിയവാസങ്ങളാ ഇവിടെ ചെയ്തു കൂട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? ആ ജ്വല്ലറിയിലെ ഡിസൈനർ മാളവിക, അവളെ ഇന്ന് ഒരു ലോഡ്ജിലേക്ക് കൊണ്ടുപോയി ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഇവൻ. അവൾ നല്ല ഇടി കൊടുത്ത് അവിടെ നിന്നും രക്ഷപ്പെട്ടതാണ്. ഇല്ലെങ്കിൽ അനഘയുടെ ജീവിതം നശിപ്പിച്ചതുപോലെ ഇവൻ ഇന്ന് അവളെയും അങ്ങ് നശിപ്പിച്ചേനെ. മുത്തശ്ശന്റെ ഈ വാക്ക് കേട്ടപ്പോ ഒരു കൊള്ളിയാൽ മിന്നുന്നത് പോലെ നവ്യയുടെ മുന്നോട്ട് വന്നു. ഇത്രയും കാലം അനഘയുടെ സത്യങ്ങൾ അറിഞ്ഞിട്ടും അനന്തപുരിയെ തകർക്കുന്നവന്റെ പേര് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവൾ എല്ലാം സഹിച്ചു നിൽക്കുമായിരുന്നു. തന്റെ പ്രിയപ്പെട്ട അബിയെ അവൾക്ക് എത്രമാത്രം വിശ്വാസമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ മറ്റൊരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നറിഞ്ഞപ്പോൾ നവ്യയുടെ നിയന്ത്രണം വിട്ടു. അവൾ അബിയുടെ തൊട്ടുമുന്നിൽ വന്നുകൊണ്ട് തന്നെ നിന്നു. അവളുടെ കണ്ണുകളിൽ തീക്കനൽ എരിയുന്നുണ്ടായിരുന്നു. എടാ ദുഷ്ട അബി, ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോടാ? അവളുടെ സ്വരം വല്ലാതെ താഴ്ന്നിരുന്നു. എന്നാൽ അതിൽ ഭയപ്പെടുത്തുന്ന ഒരു മൂർച്ചയുണ്ടായിരുന്നു. അബി മറുപടി പറയാതെ തല താഴ്ത്തി നിന്നു. പറയടാ, ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? മുത്തശ്ശൻ പറഞ്ഞതുപോലെ നീ മാളവികയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചോ? നവ്യയുടെ ശബ്ദമുയർന്നു. അബി അവളെ നോക്കി ഒരു വഷളൻ ചിരിയോടെ പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും ശ്രമിച്ചിട്ടില്ല നവ്യെ. അവൾ വെറുതെ നുണ പറയുന്നതാ. ഇവിടെയുള്ളവർക്ക് അതല്ലേ സന്തോഷം. നവ്യയുടെ ദേഷ്യം ഇരട്ടിച്ചു. എടാ, നിന്റെ അച്ഛനായിരുന്നോടാ AM ജ്വല്ലറിയുടെ പുറകിൽ? നീ ഫോണിൽ പലവട്ടം സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛാ അച്ഛാ എന്നൊക്കെ നീ വിളിച്ചപ്പോഴൊക്കെ ഞാൻ ചോദിച്ചതാ ആരാ സംസാരിക്കുന്നതെന്ന്. നീ അതിനൊന്നും തന്നെ കൃത്യമായി മറുപടി തന്നില്ല. എന്നിട്ട് നീയും കൂടി ചേർന്നിട്ടാണ് എൻ്റെ കുടുംബം തകർക്കാൻ നിന്നത്. അബി പെട്ടെന്ന് കുറ്റപ്പെടുത്തലിന്റെ സ്വരം അങ്ങ് മാറ്റി നവ്യയെ ലക്ഷ്യമാക്കി പറഞ്ഞു. അതെങ്ങനെയാടി? എനിക്കവിടെ ജോലി വാങ്ങി തന്നത് നീ അല്ലായിരുന്നോ? അവിടുത്തെ മോഡലും നീ തന്നെയായിരുന്നില്ലേ? നീ അറിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ ഈ കുടുംബത്തെ തകർക്കാൻ നിന്നത്. അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ നവ്യയുടെ വലത് കൈ വായിലൂടങ്ങ് ഉയർന്നു. വലിയൊരു ശബ്ദം അവന്റെ കവിളിലങ്ങ് അവളുടെ കൈപ്പത്തി പതിഞ്ഞു. ആ അടിയുടെ ആഘാതത്തിൽ അബി തളർന്നു പോയി. ആണോടാ, ഞാനാണോടാ നിന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? നീ അവിടെ മാനേജറായതിനു ശേഷം നിന്റെ അച്ഛൻ നിനക്ക് എല്ലാ വിവരങ്ങളും തന്നില്ലേ? ഈ കുടുംബം തകർക്കാനുള്ള എല്ലാത്തിനും നീ കൂട്ടുനിന്നില്ലേ? എന്നിട്ട് അവസാനം മാളവികയെ കൊല്ലാൻ ശ്രമിച്ചതും നീ അറിഞ്ഞിരിക്കൊണ്ടല്ലോടാ. നവ്യയുടെ ശബ്ദം ആ ഹോളാകെ മുഴങ്ങി. നവ്യെ, നീ വെറുതെ വേണ്ടാത്തതൊന്നും പറയരുത്. നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഓരോ പിണക്കങ്ങൾ ചെയ്യുന്നതാണ്. അബി വീണ്ടും അവളെ മയക്കാൻ നോക്കി. നവ്യ ഒരു പരിഹാസ ചിരിയോടെ ചോദിച്ചു. ആണോടാ? അങ്ങനെയാണെങ്കിൽ നീ പറയേ. ദേ ഇവിടെ നിൽക്കുന്ന ആ കൊച്ചിലെ ചന്തുമോള് അതാരുടെ കുഞ്ഞാടാ? ഇത് കേട്ടപ്പോൾ അബി ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. ജലജയും അവന്തികയും അമ്പരപ്പോടെ നവ്യയെ നോക്കി. അബി വേർത്തു തുടങ്ങി. അത് ആദർശേട്ടന്റെ കുഞ്ഞാണ്. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അത്? നിനക്കിപ്പോഴും എന്നെ സംശയമാണോ നവ്യെ? നവ്യ അവനെ പുച്ഛത്തോടെ നോക്കി. എനിക്ക് നിന്നെ സംശയമല്ലടാ. എനിക്ക് എല്ലാ സത്യങ്ങളും നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഞാൻ രഹസ്യമായി DNA ടെസ്റ്റൊക്കെ നടത്തി വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ്. ആ ചന്തുമോൾ നിന്റെ സ്വന്തം ചോരയാണെന്ന സത്യം എനിക്കറിയാമായിരുന്നു. ആ അനഘയെ ചതിച്ച് ഈ അവസ്ഥയിലാക്കിയത് നീയാണെന്നും സ്വന്തം കുഞ്ഞിനെ മറ്റൊരുത്തന്റെ തലയിൽ കെട്ടിവെച്ചത് നീയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. നവ്യയുടെ വാക്ക് കേട്ട് ഹാളിലുണ്ടായിരുന്ന എല്ലാവരും ആകെ സ്തംഭിച്ചുപോയി. നവ്യ കിതച്ചുകൊണ്ട് തുടർന്നു. എങ്കിലും ഞാൻ മിണ്ടാതിരുന്നു. നീ എന്തിനാണ് എന്നെ വഞ്ചിച്ചതെന്നും നിന്റെ പിന്നിൽ ആരാണെന്നുള്ള ആ ഒരു വലിയ രഹസ്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാൾ ഒന്നും മിണ്ടാതെ പോയി അഭിനയിച്ചത്. ആ അനഘയെ ചതിച്ചു. എന്നിട്ടിപ്പോ ദേ മാളവികയെ നീ നശിപ്പിക്കാൻ നോക്കിയല്ലേടാ. നീ ഒരിക്കലും നീ ഒരു പെൺകുട്ടിയെയും ഉപദ്രവിക്കരുത്. കോപം കൊണ്ട് വരച്ച നവ്യ മേശപ്പുറത്ത് നിന്ന് വലിയൊരു ഫ്ലവർ വേസ് എടുത്ത് ആരും പ്രതീക്ഷിക്കാത്ത വേഗത്തിൽ പെട്ടെന്ന് തന്നെ അവളത് അബിയുടെ തലക്കേക്ക് നേരെങ്ങ് ആഞ്ഞടിച്ചു. അയ്യോ! ജലജ അലറിക്കൊണ്ട് ഓടി വന്നു. അവന്തികയും ഭയന്ന് നിലവിളിച്ചു പോയി. വലിയൊരു ശബ്ദത്തോടു കൂടി ആ ഫ്ലവർ വേസ് അബിയുടെ തലയിൽ അങ്ങ് തട്ടി ചിതറി അങ്ങ് ചോരയൊലിക്കുന്നുണ്ടായിരുന്നു. ചോരയൊലിക്കുന്ന തലയുമായി അബി നിലവിളിച്ചുകൊണ്ട് താഴെ വീണ് പിടഞ്ഞു.
നവ്യ കിതച്ചുകൊണ്ട് കയ്യിലിരുന്ന ആ ഒരു പാത്രത്തിന്റെ ബാക്കി ഭാഗം കൂടെ താഴേക്കെറിഞ്ഞു. ഇത്രയും കാലം ഉള്ളിലൊതുക്കിയ സങ്കടത്തിന്റെയും ദേഷ്യത്തിന്റെയും അഗ്നിപർവ്വതമാണ് അവിടെ പൊട്ടിച്ചെതറിയത്. അനന്തപുരിയുടെ മണ്ണിൽ ചതിയുടെയും വഞ്ചനയുടെയും ഒരു വലിയ അധ്യായത്തിന് അവിടെ തിരശീല വീഴുകയായിരുന്നു. അങ്ങനെ പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്നത് നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ചുടനെ വരാം. ബൈ.